അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിലെ പാലക്കാടിൻ്റെ MLA ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിൽ സംഗമിച്ചിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥി യുവ സുഹൃത്തുക്കളെ, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചടങ്ങിലാണ് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. റേഡിയോ എന്ന വാക്ക് ഒരുപക്ഷെ ഇന്നത്തെ കുട്ടികളോട് ചോദിച്ചാൽ നമുക്ക് അതിന് ഉത്തരം ലഭ്യമല്ല. കാരണം കുട്ടികൾ റേഡിയോ കാണാത്തവരാണ്. എന്നാൽ ഒരു കാലഘട്ടം നമ്മുടെ ജനസമൂഹം ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരുന്ന, അവർ ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരു ആശയവിനിമയ മാർഗമായിരുന്നു റേഡിയോ. 923 കൂടി ഇന്ത്യയിൽ ആദ്യമായി ശബ്ദിച്ച റേഡിയോ പിന്നീട് നമ്മുടെ ജനങ്ങളുടെ സ്വാധീനത്തെ വളരെയധികം കയ്യിലെടുക്കുന്ന ഒരു മാധ്യമമായി മാറി. എന്നാൽ ആ റേഡിയോ പിന്നീട് ടെലിവിഷനിലേക്കും, ടെലിവിഷനിൽ നിന്ന് ഇന്ന് കാണുന്ന നവ മാധ്യമങ്ങളിലേക്കും നമ്മുടെ സമൂഹം മാറിയപ്പോൾ ഒരു പുനരാവിഷ്കരണം എന്നോണം റേഡിയോ ഇവിടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വീണ്ടെടുത്തിരിക്കുകയാണ്. റേഡിയോ കാണുന്നവർ, എൻ്റെ മുമ്പിലിരിക്കുന്ന കുറേ മുതിർന്ന ആളുകളുണ്ട്. രാവിലെ പ്രഭാതത്തോടു കൂടി തുടങ്ങുന്ന റേഡിയോയിൽ ഓരോ സമയത്തും വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ മുതിർന്ന ആളുകൾ ആ സമയം നോക്കി ആ റേഡിയോയ്ക്ക് മുമ്പിൽ ഇരുന്ന് അത് കേൾക്കുന്ന ഒരു പ്രവണതയായിരുന്നു. എൻ്റെ കുട്ടിക്കാലമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എന്നാൽ ആ റേഡിയോയിൽ പറയുന്ന അല്ലെങ്കിൽ അതിൻ്റെ ദൈനംദിന പരിപാടികളേക്കാൾ കൂടുതൽ ഇന്ന് കാലഘട്ടത്തിന് അനിവാര്യമായിട്ടുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ട് വ്യവസ്ഥാപിതമായി നമ്മുടെ സമൂഹത്തിൽ പ്രകൃതിയിലേക്ക് വെള്ളവും വെളിച്ചവും വരുന്നത് പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഇൻ്റർനെറ്റിൻ്റെ സ്വാധീനത്തെ ഉപയോഗപ്പെടുത്തി രൂപപ്പെടുത്തിയിട്ടുള്ള പീസ് റേഡിയോ, അത് ഇന്ന് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്ക്, പഴയ റേഡിയോ അതിനെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് ഒരു വ്യവസ്ഥാപിതമായ ഒരു റേഡിയോ ആയി മാറി എന്നുള്ളതാണ് അതിൻ്റെ കഴിഞ്ഞ 9 വർഷത്തെ ചരിത്രം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമായത്. ഇവിടെ നേരത്തെ നമ്മുടെ MLA സൂചിപ്പിച്ചു, റേഡിയോ എന്ന് പറയുമ്പോൾ സാധാരണ പറയൽ മാത്രമാണ്. നമ്മളൊരാളിങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ റേഡിയോ പോലെ പറയണ്ട എന്ന് അവരോട് പറയാറുണ്ട്. എന്നാൽ പീസ് റേഡിയോ പറയുക മാത്രമല്ല, അത് കേൾക്കാനുള്ള ഒരു മാധ്യമം കൂടിയാണെന്ന് പറയുമ്പോൾ അത് നൽകുന്ന മറ്റൊരു സന്ദേശമുണ്ട്. ആ സന്ദേശം ഈ രാജ്യത്തെ സംഘപരിവാറിൻ്റെ ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഫാഷിസത്തെ കൊണ്ടുവരുന്ന, നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ ആ റേഡിയോ എന്ന് പറയുന്ന രീതിയിലുള്ള ആ ഭരണ സംവിധാനത്തിനെതിരെയുള്ള മറ്റൊരു സമാന്തരമായിട്ടുള്ള ഒരു പുതിയ ഒരു സന്ദേശം കൂടിയാണ് പീസ് റേഡിയോ നമുക്ക് മുമ്പിൽ അനാവരണം ചെയ്യുന്നത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് ഇന്ന് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് അതിങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളവും വെളിച്ചവും വരുന്ന പോലെ ഇങ്ങനെ അതിൻ്റെ ശൃംഖല വലിയ തോതിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ, അവർ TV മുമ്പിൽ പോയിരിക്കുമ്പോൾ, അവർ ലാപ്ടോപ്പ് കയ്യിലെടുക്കുമ്പോൾ, നീ TV കാണണ്ട, നീ ഇൻ്റർനെറ്റ് ഉപയോഗിക്കണ്ട, നീ യൂട്യൂബ് ഉപയോഗിക്കണ്ട എന്ന് പറയാൻ കഴിയില്ല. ഇന്നത്തെ ലോകത്ത് ഒന്നും ഉപയോഗിക്കരുത് എന്ന് പറയാൻ കഴിയില്ല. മറിച്ച് അതിൻ്റെ നല്ല സാധ്യതകളെ, അതിൻ്റെ നന്മകളിലേക്ക് ആ വിദ്യാർത്ഥികളെ, ചെറുപ്പക്കാരെ, ആധുനിക സമൂഹത്തെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളുടെ, വ്യക്തികളുടെ, കൂട്ടായ്മകളുടെയൊക്കെ ഉത്തരവാദിത്തം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വിസ്ഡം ഇത്തരത്തിലുള്ള നല്ല ഒരു മഹത്തായ ദൗത്യമായി കടന്നു പോകുന്നത്. നമുക്കറിയാം, നന്മകളും തിന്മകളുമുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളുണ്ട്. അപ്പോൾ സാധാരണ നമ്മുടെ വീട്ടിൽ ഇവിടെ സഹോദരിമാരുണ്ട്, കത്തി,
നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ്. നമ്മുടെ വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യാൻ കത്തി അനിവാര്യമാണ്. മറ്റ് ഏതെങ്കിലും ഒരു സാധനങ്ങൾ മുറിക്കണമെങ്കിൽ കത്തി അനിവാര്യമാണ്. പക്ഷേ ആ കത്തിയെ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി, തൻ്റെ സഹപാഠിയെ കുത്തി മലർത്താൻ വേണ്ടി ആ കത്തിയെ ഉപയോഗപ്പെടുത്തുമ്പോൾ കത്തിയുടെ നന്മയ്ക്ക് പകരം ആ കത്തിയെ തിന്മയുടെ മാർഗത്തിലേക്ക് കത്തി ഉപയോഗപ്പെടുത്തുന്നു എന്നതുപോലെ തന്നെ ഈ ഇൻ്റർനെറ്റിൻ്റെ യുഗത്തിൽ നമുക്ക് വളരെയധികം അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള സമൂഹത്തെ സംസ്കരിച്ചെടുക്കാൻ, സമൂഹത്തിൽ അറിവ് കുട്ടികളിലേക്കും യുവതലമുറയിലേക്കും അറിവ് നൽകാനുള്ള അതിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നതിന് പകരം അതിൻ്റെ തിന്മകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം സ്വീകരിക്കുന്നപ്പുറത്തേക്ക് കാണുന്നതിലും കേൾക്കുന്നതിലും ശരിയും തെറ്റും തിരിച്ചറിയാനും ശരിയെ സാംശീകരിക്കാനും അതിൻ്റെ ദുശ്ശീലങ്ങളെ ദുഷിച്ചതിനെ നിരാകരിക്കാനും നമ്മുടെ ചെറുപ്പക്കാരെ വിദ്യാർത്ഥികളെ ബോധവൽക്കരണം നടത്തുന്ന ഒരു ഉപാധിയായി നമ്മുടെ ഈ പീസ് റേഡിയോ മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രിയപ്പെട്ടവരെ, കാലം തേടുന്ന അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഇൻ്റർനെറ്റിൻ്റെ യുഗത്തിൽ കാലത്തിൻ്റെ അനിവാര്യമായ ഒരു മാധ്യമ ശൃംഖലയായി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു 5 ലക്ഷത്തോളം വരുന്ന ഡൗൺലോഡ്സ് ഉള്ള ഈ പീസ് റേഡിയോ വലിയ മാറ്റങ്ങളിലേക്ക് എല്ലാ രംഗത്തും, പ്രബോധന രംഗത്താവട്ടെ, ആരോഗ്യ ബോധവൽക്കരണ രംഗത്താവട്ടെ, സാമൂഹ്യ മേഖലയിലുള്ള മറ്റിടപെടലുകളാവട്ടെ, കുടുംബ ശിഥിലീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാവട്ടെ, ഇങ്ങനെ എല്ലാ മേഖലകളിലും അത് ഇടപെടുന്നു എന്നുള്ളത് വളരെയധികം ശ്ലാഘനീയമായ കാര്യമാണ്. ഇവിടെ ഫാഷിസത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മുടെ MLA സൂചിപ്പിച്ചു. അത് കേവലം ഇന്ന് കഴിഞ്ഞ ദിവസം ബൽഗാമിൽ ഉണ്ടായിട്ടുള്ള ഒരു ഭീകരാക്രമണം മാത്രമല്ല, നമ്മൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ സമുദായത്തിൻ്റെ ഏറ്റവും അഭിമാനമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു കരുതലായി നാളെ ദൈവിക ലോകത്തേക്ക് മാറ്റിവെക്കുന്ന വഖഫ് സ്വത്തുക്കളുടെ മേലെ കൈകടത്തൽ വരെയുള്ള വലിയ ക്രൂരമായ നിയമ നടപടികളിലേക്ക് കടന്നു പോകുന്ന ഒരു ഭരണകൂടമാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് അധികാരത്തിലിരിക്കുന്നത്. നമുക്കറിയാം. അത്തരത്തിൽ ഈ സമുദായത്തിനെതിരെ, ഈ സമൂഹത്തിനെതിരെ, ഈ മതവിശ്വാസത്തിനെതിരെ നമ്മുടെ നാട്ടിൽ മതേതര രാജ്യത്തിൻ്റെ മഹത്തായ മതേതരത്വത്തെയും അതിൻ്റെ പൈതൃകത്തെയും ഒക്കെ അവമതിച്ചുകൊണ്ട് ശുദ്രതയും വിഭാഗീയതയും ഉണ്ടാക്കി രാജ്യത്തെ മുസൽമാനെയും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും വേർതിരിച്ച് കാണിച്ചുകൊണ്ട് അവരുടെ മതപരമായിട്ടുള്ള ചിഹ്നങ്ങളെ, മതപരമായിട്ടുള്ള വിശ്വാസങ്ങളെ, ആചാരങ്ങളെ, അതിൻ്റെ സ്ഥാപനത്തിൻ്റെ സ്വത്തുഭാഗങ്ങളെയെല്ലാം ഇല്ലായ്മ ചെയ്യാൻ ഈ ഭരണകൂടം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾ അത് റേഡിയോ പോലെ കേരളത്തിൽ ഇന്ത്യയിൽ അവരുടെ ഫാക്ടറികളിൽ നിന്ന് വ്യത്യസ്തമായ മാധ്യമങ്ങളെ സ്വാധീനിച്ച് ആ മാധ്യമങ്ങളിലൂടെ ഇന്ത്യൻ ജനതയിലേക്ക് വിഭാഗീയത പരത്തുമ്പോൾ അങ്ങനെ അല്ല, അത് തിരിച്ചും ഇതിനൊരു വേർഷൻ ഉണ്ട് എന്ന് ബോധവൽക്കരണം നടത്താൻ ജനങ്ങളെ ഉത്ബുദ്ധരാക്കാൻ ഇത്തരത്തിലുള്ള നവമാധ്യമങ്ങൾ, പീസ് റേഡിയോ പോലെയുള്ള മാധ്യമങ്ങൾ നമ്മളതിനെ ഉപയോഗപ്പെടുത്തി വരുന്നു എന്നത് ഏറെ ആശ്വാസകരമായ ഒരു വസ്തുതയാണ്. ഏതായാലും വലിയ 9 വർഷം പിന്നിടുമ്പോൾ വലിയ മഹത്തായ നേട്ടങ്ങളുമായി ഈ പീസ് റേഡിയോ അതിൻ്റെ ഒരു മഹത്തായ സമ്മേളനം പാലക്കാടിൻ്റെ ഹൃദയഭാഗത്ത് ഈ കോയിട്ട മൈതാനിയിൽ നടക്കുമ്പോൾ ഈ സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.